നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള സാഹിത്യ പ്രതികളായ എല്ലാ വ്യക്തികൾക്കും പ്രത്യേക നമസ്കാരം. വിദ്യാരണ്യം കലാസാഹിത്യ വേദിയുടെ ഇന്നത്തെ രത്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഈ ഹൈസ്കൂളിലെത്തിയപ്പോൾ ഒരു പൊതുവേദിയെ അഭിസംബോധന ചെയ്ത് അതും ഗഹനമായ ഒരു വിഷയം, കേരളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തെ അല്ലെങ്കിൽ സാംസ്കാരിക സാമൂഹിക ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു വ്യക്തിയെയാണ് നിങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പല വേർഷനുകളിൽ നിങ്ങൾ കണ്ടെത്തിയ ആശാനെ നിങ്ങൾ അവതരിപ്പിക്കും. അപ്പം അത് കേട്ടിരിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി തോന്നുന്നുണ്ട്. ഇവരേതെല്ലാം തരത്തിൽ നമ്മുടെ ആശാനെ ഇന്ന് അവതരിപ്പിക്കും. നല്ലൊരു കവി എന്ന രീതിയിൽ നമ്മൾ വായിച്ചു അല്ലെ, പൂക്കുന്നിടാമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല കവി എന്ന രീതിയിൽ വായിച്ചു. ആശാൻ എന്ന വ്യക്തിയെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ട് കൂടെ വായിക്കാം. ശ്രീമൂലം പ്രജാസഭയുടെ 20 മീറ്റിങ്ങുകളിൽ അതിൻ്റെ മെമ്പറായി 16 തവണ പങ്കെടുത്ത ഒരാളാണ് ആശാൻ. ഈ 16 തവണയും അദ്ദേഹം പങ്കുവച്ചൊരു വിഷയമുണ്ട്. കേരളത്തിന്റെ സ്ഥിതി അത്ര നല്ല രീതിയിലല്ല എന്ന് ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ശക്തമായൊരു ഭാഷയും സാന്നിധ്യവുമായിട്ടാണ് ആശാൻ രംഗത്ത് വരുന്നത്. നിരവധി സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചത്, ശരിക്കും സമൂഹം ഉച്ചനീചത്വങ്ങൾക്കിടയിലാണ്. സാധാരണക്കാരനായി പോലും ജീവിക്കാൻ സാധിക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇന്ന് എത്ര പേർക്കുണ്ട് അതിനുള്ള ധൈര്യം? നിലവിലിരിക്കുന്ന ഭരണകൂടത്തിനെതിരെ അതല്ലെങ്കിൽ സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെ ഒരു വാക്ക് പറയാൻ, ഒരു സമൂഹത്തിന് മുന്നിൽ ചെന്ന് നിന്ന് 4 വരി കവിത പാടാൻ നമുക്ക് കഴിയുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അധസ്ഥിതനെ കൊന്നുകളയണമെന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് പാട്ടുപാടാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന ചരിത്രത്തിന്റെ ഭാഗമായ ആശാനെ നമ്മൾ വായിക്കുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിന് അദ്ദേഹം വെറും ഒരു സാംസ്കാരിക പ്രവർത്തകനല്ല, തത്വചിന്തയുടെ അങ്ങേയറ്റമാണ്. അദ്ദേഹത്തിന്റെ തത്വചിന്തയുടെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ വീണപ്പൂ ഒരൊറ്റ കൃതി മതി അദ്ദേഹത്തിന്റെ തത്വചിന്തയുടെ പരാകാഷ്ഠയെ കുറിച്ച് അറിയാം. സാറിവിടെ പറഞ്ഞ പോലെ ഹായ് എന്ന സന്തോഷത്തിൽ തുടങ്ങി കഷ്ടമെന്ന ദുഃഖത്തിൽ അവസാനിക്കുന്ന ഒരാശയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ബാക്കി ഏത് കൃതി എടുത്താലും നമുക്ക് മനസ്സിലാവും, വീണപൂവിനെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ അതെല്ലാ കൃതിയിലേക്കും വന്നു ചേരുന്ന ഒരവസ്ഥയുണ്ട്. ഈ വീണപൂവ് അദ്ദേഹം വെറുതെ ഒരു പൂവ് വീണ് കിടന്നപ്പോൾ എഴുതിയതാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ഒരു ചെമ്പരത്തി പൂ വിടർന്നു നിൽക്കുന്ന കണ്ടിട്ട് നേരെ വിടർന്നുമില്ല, സീഡിനെ നിന്നെ നോക്കി ആരാകിലെന്തും ഇഴിയുള്ളവർ നിന്നിരിക്കാമെന്ന് അദ്ദേഹം വളരെ സൗന്ദര്യ ആസ്വാദകനായിട്ടാണ് പാടിയതെന്ന് നമ്മൾ ചിന്തിച്ചെങ്കിൽ തെറ്റി. ഇപ്പൊ കുഞ്ഞുങ്ങളെ രണ്ടാമതൊരു വായനയ്ക്ക് ഇവിടെ വിധേയമാക്കണം. അതെങ്ങനെയെന്ന് വെച്ചാൽ, ശരിക്കും അദ്ദേഹം അന്ന് ശ്രീമൂലം പ്രജാസഭയുടെ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ആളായിരുന്നു. അപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ ആലപ്പുഴയിൽ ഒരു യാത്രയുണ്ട്, കൂടെ പോവേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനാണ്. 45 വയസ്സ് വരെ ഗുരുദേവന് ശേഷം കുമാരൻ എന്നുള്ള ഒരു ചിന്നസ്വാമി, അദ്ദേഹം ഇഷ്ടമില്ലാത്തൊരു ചിന്നസ്വാമി എന്ന പേരിൽ അദ്ദേഹം ഉണ്ടായിരിക്കുമെന്ന് കരുതിയ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം ഗുരുദേവൻ അകമ്പടിയായിട്ട് യാത്ര പോവുകയാണ്. പോകുന്ന വഴിക്ക് ഗുരുദേവന് വല്ലാതെ വയ്യാഴിക വരുന്നു, ഛർദിയുമൊക്കെയായി അദ്ദേഹം കിടപ്പിലാവുകയാണ്, ആശുപത്രിയിലേക്ക് ആവുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ട്. ഡോക്ടർ പ്രഖ്യാപിച്ചത് കൂടെ വന്നയാള് രക്ഷപ്പെടും, ഗുരുദേവനെ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം പ്രാണനായി കൂടെ നിന്ന കുമാരൻ അത് സഹിക്കാവുന്ന ഒരവസ്ഥയല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളുണ്ടായിരുന്നെങ്കിലും സഹിക്കാവുന്ന അവസ്ഥയല്ല. നിരവധി കവികൾ പൊട്ടിമുളച്ച് വരുന്ന ഇന്നത്തെ സമൂഹത്തിൽ ഒത്തിരി കവിത ഉണ്ടായേനെ. അപ്പോൾ വീട് കിടക്കുന്ന ആ പൂ വേറെ ആരുമായിരുന്നില്ല ആശാന്, അത് ഗുരുദേവനായിരുന്നു. ഗുരുദേവന്റെ ആ വീഴ്ചയെ നോക്കി തിരിച്ചു വരില്ലല്ലോ എന്നോർത്ത് സ്വയം സമാധാനിപ്പിക്കുന്ന വേദാന്തം പോകുന്ന ഒരു കുമാരനാണ് ശരിക്കും പറഞ്ഞാൽ വീണപൂവിന്റെ കഥ. വീണപൂ ഒരു ചെമ്പരത്തിപ്പൂവിന്റെ കഥയല്ല. ചുറ്റുവട്ടമിട്ട് പറഞ്ഞ ആ വണ്ട് ഒരു സാധാരണ തേൻ കുടിക്കാൻ വന്ന വണ്ടുമല്ല. അത് അദ്ദേഹം ജീവിച്ചിരുന്ന സമൂഹത്തിനെ നോക്കി ആ സമൂഹത്തിൽ നിന്നുകൊണ്ട് വായിക്കണം. അപ്പോഴേ മനസ്സിലാവൂ എന്തിനാണ് കുമാരനാശാൻ ഗുരുദേവനെ കുറിച്ച് ഒരു പൂവിന്റെ ശ്രീഭൂവിന് അസ്ഥിരമ സംശയം എന്നതിന്റെ ആഭൂതി എന്ന് പുനരെന്നു ഇടപ്പിതോർത്താൻ ഹൃദയം പൊട്ടിപ്പാടിയത് അല്ലേ? ആ വണ്ട് ലാസ്റ്റ് ഇങ്ങനെ പൂവിനടുത്തേക്ക് പോവുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ
കുമാരൻ പറയുന്നൊരു വാക്കാണ്. കുമാരൻ എന്ന് വെച്ചാൽ കുമാരൻ ആശാൻ. അദ്ദേഹത്തെ ഈ ആശാൻ എന്ന് വിളിക്കുന്നത് തൊട്ട് മുമ്പ് വരെ വെറും കുമാരനാ. വെറും കുമാരൻ. അദ്ദേഹം ആശാനാകുന്ന സംസ്കൃതം പഠിപ്പിക്കാൻ പോയപ്പോൾ 14-ാമത്തെ വയസ്സിൽ പഠിച്ച സ്കൂളിലെ അധ്യാപകനായി തന്നെയാണ് അന്ന് തൊട്ട് ആശാനായത്. കുമാരൻ ആശാനാകുന്നത് സംസ്കൃതം പഠിപ്പിച്ചപ്പോഴാണ്. അപ്പൊ ഈ എന്നിട്ട് 14-ാമത്തെ വയസ്സിൽ അധ്യാപകനാകാനുള്ള അവസരമില്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് തിരിച്ചിറക്കി വിടുകയും കൂടെ ചെയ്തു ആശാൻ. നിരവധി പ്രതിസന്ധികളെ, നിരവധി പ്രശ്നങ്ങളെ ഇതുപോലെ നേരിട്ടൊരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയണം. അദ്ദേഹം അപ്പം ആശാനായി കഴിഞ്ഞ് ഇങ്ങനെ വേദനിച്ച് പാടുമ്പോൾ ആ വണ്ടിന്റെ സ്ഥാനത്ത് നിന്ന് നമുക്ക് കുമാരനാശാനെ ചിന്തിക്കാം. ചത്തിയിടും ഇപ്പോഴിവൻ അല്പവികല്പമില്ല, തഥാദൃശം വ്യസനകുണ്ഠിതമുണ്ട് കണ്ടാൽ എന്നാണ് ആ വരി. വണ്ട് അവിടെ കിടന്ന് തല തല്ലി ആ തീ പൂവിനൊപ്പം ചാവും. അപ്പൊ കുമാരനാശാൻ അവതരിപ്പിച്ച വണ്ടാരാ? മക്കളെ നന്നായി വായിക്കുക, നല്ല രീതിയിൽ ഇന്നിവിടെ വർക്കുകൾ പ്രസന്റ് ചെയ്യുക. നിരവധി പേർ വായിച്ചും പറഞ്ഞും പഠിച്ചും നമ്മളെ പഠിപ്പിച്ചും എത്തിച്ച ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ ആശയങ്ങളെ നിങ്ങൾ കൊണ്ടുവരിക. ഇന്ന് 10 പേരെ അവതരിപ്പിക്കുമ്പോൾ ഒരു 5 പുതിയ ആശയമെങ്കിലും 5 പുതിയ ആശയമെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്കും നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അധ്യാപകർക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ എല്ലാ കോർഡിനേറ്റർമാർക്കും വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.